കഴിഞ്ഞ സമ്മറിൽ ഞങ്ങളൊരു ദിവസം പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു പഴയ വില്ലയുടെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ ഒരു ബോഗൻവില്ല പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല സമ്മർ ആയതുകൊണ്ട് തന്നെ അതാകെ ഉണങ്ങി കരിഞ്ഞ് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതിലൊരു 3 കളേഴ്സ് ഉണ്ടായിരുന്നു, പിങ്ക്, വൈറ്റ്, പിന്നെ യെല്ലോ. അപ്പം അതിൽ നിന്നൊരു 2-3 കമ്പുകൾ ഞാൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് 3 ചട്ടികളിലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നട്ടു കൊടുക്കുമ്പോഴും പിടിച്ച് കിട്ടുന്നൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് നല്ല സമ്മർ ടൈമാണ്, പിന്നെ കട്ടിങ്സ് എടുത്ത പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വീക്കായിട്ടുള്ള ഒരു പ്ലാന്റും. അപ്പം അങ്ങനെ ഒരു പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുളച്ച് വരുന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ കമ്പുകൾ ഉണങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസത്തിൽ ഒരു 5-6 തവണയെങ്കിലും ഇത് മിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊന്നും ഇതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഗ്രോത്തും കാണിച്ചിരുന്നില്ല. ഒരു 15 ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ ചെറിയ ഗ്രോത്തൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഏകദേശം 8-9 മാസങ്ങൾ കഴിഞ്ഞു ഞാൻ ഈ കട്ടിങ്സ് നട്ടു കൊടുത്തിട്ട്. ഇന്നതിൽ ഫസ്റ്റ് ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളും ഇതുപോലെ കട്ടിങ്സിൽ നിന്ന് ബോഗൻവില്ല മുളപ്പിച്ചെടുത്തിട്ടുണ്ടോ? എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലവർ വന്നത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ കമൻസിലൂടെ പറയണം കേട്ടോ.